ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിച്ച് അഴിമതിക്ക് കളമൊരുക്കുന്ന ബജറ്റാണ് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായ വി.ഡി. സതീശൻ അവതരിപ്പിച്ചതെന്ന് എം.പി. രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ സമൂഹത്തോടുള്ള ഒരു കൊടിയ അന്യായത്തിനും വലിയ അഴിമതിക്കുമുള്ള കളമൊരുക്കിയിരിക്കുകയാണ്. അതാണ് വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ നാട്ടിൽ മുഴുവൻ മദ്യമൊഴുക്കാനും അതിന് നികുതി ഇളവ് കൊടുക്കാനുമുള്ള തീരുമാനം. വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ ലഭ്യമാക്കുന്നത് സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മദ്യമാണ്. മദ്യത്തിനെതിരായിട്ട് വലിയ പ്രസംഗം നടത്തിയിരുന്നവരാണ് ഇപ്പോൾ മദ്യം സുലഭമാക്കി മാറ്റുന്നത്. ഇതിനാണ് മദ്യം ഒഴുക്കുക എന്ന് പറയുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പറയുന്ന ധനകാര്യമന്ത്രി അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ധനകാര്യമന്ത്രിയാണ് ഏറ്റവും ചുരുങ്ങിയത് 600 കോടി രൂപയുടെ നഷ്ടം ഈ നികുതി ഇളവിലൂടെ വരുത്തിയിട്ടുള്ളത്. കർണാടക മദ്യ ലോബി ഇതിന്റെ പിന്നിലുണ്ട്. ഈ ബജറ്റിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ ഇരുട്ടടിയാണ് നേരിട്ടിട്ടുള്ളത്. കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ്? മാലിന്യ സംസ്കരണ പദ്ധതികൾ അവഗണിക്കപ്പെട്ടതും മാലിന്യം കുമിഞ്ഞുകൂടിയതുമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭരണമാറ്റം വന്നതോടുകൂടി തന്നെ കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ നമ്മൾ കണ്ടുണ്ടായ മാറ്റം എന്താണ്? ആരോഗ്യ വകുപ്പും തദ്ദേശ വകുപ്പും തമ്മിലുള്ള അടി മഴക്കാല പൂർവ്വ ശുചീകരണത്തെ ബാധിച്ചു. പകർച്ചവ്യാധികൾ തടയുന്നതിലും സർക്കാർ പരാജയമാണ്. കോർപ്പറേറ്റ് കമ്പനികളെ വാഴിക്കാനുള്ള തീരുമാനങ്ങളും നിർദ്ദേശങ്ങളുമാണ് ബജറ്റിന്റെ ഉള്ളടക്കം. മുഖ്യമന്ത്രിയുടെ വാക്കിന് അദ്ദേഹം തന്നെ വില കൽപ്പിക്കുന്നില്ലെന്നും എം.പി. രാജേഷ് പറഞ്ഞു. ഈ ബജറ്റിൽ മുൻഗണന കൊടുക്കേണ്ടിയിരുന്നൊരു മേഖലയല്ലേ വേസ്റ്റ് മാനേജ്മെന്റ്? അപ്പൊ യാഥാർത്ഥ്യത്തിൽ നിന്ന് അങ്ങേയറ്റം അകന്ന കേരളം ഇതുവരെ കൈവരിച്ച എല്ലാ നേട്ടങ്ങൾക്കും ആധാരമായിട്ടുള്ള കാര്യങ്ങളെ തകർക്കുന്ന ഒരു ബജറ്റാണ്. അധികാര വികേന്ദ്രീകരണത്തെ തകർക്കുകയാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. ആസൂത്രണത്തെ തകർക്കുന്ന പോലെ അതും അധികാര വികേന്ദ്രീകരണത്തെ ബാധിക്കും. ആസൂത്രണ ബോർഡ് ഇല്ലാതായാൽ അതിനെ തിങ്ക് ടാങ്ക് മാത്രമാക്കി മാറ്റുന്നതോടുകൂടി അത് അധികാര വികേന്ദ്രീകരണത്തെയും തദ്ദേശ സ്ഥാപനങ്ങളെയും ദോഷകരമായിട്ട് ബാധിക്കും. അപ്പൊ ആസൂത്രണത്തെ തകർക്കുന്നു, വികേന്ദ്രീകരണത്തെ തകർക്കുന്നു. ഇതെല്ലാം തകർത്തുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്കും വൻകിട മൂലധന ശക്തികൾക്കുമുള്ള പാത സുഗമമാക്കുകയാണ് ഈ ബജറ്റിലൂടെ ചെയ്തിട്ടുള്ളത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.